മഹാഭാരത ഇതിഹാസം എന്തെന്നാൽ ധാരാളം വ്യക്തികളും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കാരണങ്ങളും ഉടലെടുത്ത ഒരു മഹാ ഇതിഹാസം ആകുന്നു. എന്നാൽ ഈ മഹാ ഇതിഹാസത്തിലെ ഓരോ വ്യക്തികളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദിവ്യത്വവും അമാനുഷിക ശക്തിയും ഉള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാകുന്നു ഈ മഹാപുരാണത്തിൽ പ്രതിപാദിക്കുന്നതും പറയുന്നതുമായ നല്ലതും ചീത്തയുമായ ആളുകൾ ദേവാംശങ്ങളും അഥവാ ദേവന്മാരുടെ അവതാരങ്ങളും, മറിച്ചുള്ളവർ ദാനവന്മാരുടെയും മറ്റും അവതാരങ്ങളും ആകുന്നു. അങ്ങനെ മഹാഭാരത സംഭവകഥയിൽ പരാമർശിക്കുന്ന ചില വ്യക്തികളുടെ മൂല അംശങ്ങൾ എന്താണെന്നൊന്ന് നമുക്ക് നോക്കിക്കാണാം. ആദ്യം തന്നെ മഹാഭാരതത്തിലെ ദാനവ അംശങ്ങളെ ഒന്ന് നോക്കിക്കാണാം. വിപ്രജിത്തി എന്ന നാമമായ ഒരു രാക്ഷസന്റെ മനുഷ്യാവതാരമാകുന്നു മഗന്ധരാജനായിരുന്ന ഭീമസേനനാൽ വധിക്കപ്പെട്ട ജരാസന്ധൻ. അടുത്തതായി ചേതി രാജാവാകുന്ന ശ്രീകൃഷ്ണ ബന്ധുവും കൂടിയാകുന്ന ശിശുപാലനായി പിറവികൊണ്ടത് ശ്രീ മഹാവിഷ്ണു ഭഗവാന്റെ ദ്വാരപാലകനാകുന്ന ജയവിജയന്മാരിലെ ജയനാകുന്നു. മദ്രരാജനായ ശല്യറാവട്ടെ പ്രഹ്ലാദ സോദരനാകുന്ന സഹ്ലാദന്റെ പുനർജന്മമാകുന്നു. ശിബി എന്ന ദൈത്യരാജൻ ധ്രുവനായി പിറവികൊണ്ടു. സേനാബിന്ദു എന്ന മഹാസുരരാജാവ് ശ്രീകൃഷ്ണന്റെ അഷ്ടപത്നികളിൽ ഒരുവളാകുന്ന നഗ്നജിതിയുടെ പിതാവാകുന്ന നഗ്നജിത്ത് മഹാരാജനായി ദ്വാപരയുഗത്തിൽ പിറന്നു. വസമിത്രൻ എന്ന മഹാസുരന്റെ പിറവിയാകുന്നു മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡ്യനാടിന്റെ രാജനായി നടമാടിയ മലയധ്വജ പാണ്ഡ്യൻ. കൂടാതെ ക്രോധവംശം എന്നൊരു വംശമുണ്ടാകുന്നു. അതിലെ ഗണങ്ങളുടെ അവതാരങ്ങളാകുന്നു മസ്രകൻ, കരാവിഷ്ടൻ, സിദ്ധാർത്ഥൻ, കീടകൻ, സുവീരൻ, സുബാഹു, ബാൽഹികൻ, ക്രധൻ, വിചിത്രൻ, സുരഥൻ, നീലൻ, ശ്രീമാൻ, ചിരവാസൻ, ദന്തവക്രൻ, ദുർജയന്തി, രുക്മി, ജനമേജ്ഞയൻ, ആഷാഢൻ, വായുവേഗൻ, ഭൂരിതേജസ്, ഏകലവ്യൻ, സുമിത്രൻ, ഗോമുഖൻ, പടാധനൻ, കരുഷ്കൃപൻ, ക്ഷേമമൂർത്തി, ശ്രുതായുസ്, ഉദ്വഹൻ, ബൃഹസ്തേനൻ, ക്ഷേമൻ, ഉഗ്രതീർത്ഥൻ, കുഹരൻ, കലിംഗരാജൻ, മതിമാൻ ഇവരൊക്കെ ക്രോധവംശ ഗണങ്ങളായിരുന്നു. പിന്നീടിവർ ദ്വാപരയുഗത്തിൽ അവർ മനുഷ്യരായി പിറന്നു. ഇതിൽ പറയുന്ന ഒട്ടുമിക്ക ആളുകളും കൗരവപക്ഷം ചേർന്ന് നിന്നവരായിരുന്നു. കാലനേമി എന്ന അസുരനാവട്ടെ ശ്രീകൃഷ്ണന്റെ മാതുലനായ കംസനായി പിറന്നുവെന്ന് ഏവർക്കും ഹൃദ്യസ്ഥമായ കാര്യമാകുന്നു. ഇനി മഹാഭാരതത്തിലെ ഏവർക്കും കുറച്ച് സുപരിചിതമാകുന്ന വ്യക്തികളുടെ അവതാരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ മഹാഋഷിവര്യനാകുന്ന ബൃഹസ്പതിയുടെ മനുഷ്യാവതാരമാകുന്നു മഹാഗുരുവാകുന്ന ദ്രോണർ. അദ്ദേഹത്തിൻ്റെ പുത്രനായ അശ്വത്ഥാമാവാവട്ടെ മഹാദേവാന്തകനും കാമക്രോധങ്ങളും ഒരുമിച്ച് ചേർന്ന് പിറവികൊണ്ടവനാകുന്നു. ഭീഷ്മരും അദ്ദേഹത്തിൻ്റെ സോദരന്മാരും അഷ്ടവസുക്കളുടെ മനുഷ്യജന്മം ആകുന്നു. ഗുരുകൃപറാകട്ടെ രുദ്രന്റെ ഗണമാകുന്നു. ഗാന്ധാരരാജൻ ശകുനിയാകട്ടെ ക്ഷത്രിയ വിനാശത്തിന് വിധിക്കപ്പെട്ട ദ്വാപരൻ എന്ന രാജാവിൻ്റെ പുനർജന്മമാകുന്നു. മരുതഗണത്തിലെ ദേവന്മാരുടെ അംശങ്ങളാകുന്നു യദുകുല ശ്രേഷ്ഠന്മാരാകുന്ന സ്വാത്തകിയും നാരായണീ സേനയുടെ തലവനാകുന്ന കൃതവർമ്മനും പാഞ്ചാല രാജ്യത്തിൻ്റെ രാജാവാകുന്ന ദ്രുപദനും. ഗന്ധർവനാകുന്ന ഹംസന്റെ അവതാരമാകുന്നു ധൃതരാഷ്ട്ര. ദുര്യോധനനാവട്ടെ കലിയുടെ അംശാവതാരമായി പിറവികൊണ്ടു. ദുർബുദ്ധിയും ദുർമതിയും കുരുക്കളുടെ കീർത്തി നശിപ്പിച്ചവനും ആയിരുന്നവനാകുന്നു ദുര്യോധനൻ. അവൻ ജഗൽദ്രോഹിയുമായിരുന്നു. കലിപുരുഷനായി പിറന്നവനായിരുന്നു അവൻ. പൗലിസ്ത്യന്മാരായ രാക്ഷസന്മാർ അവൻ്റെ അനുജന്മാരായി ജനിച്ചു. അങ്ങനെ പിറന്നവരാകുന്നു 100 കൗരവ സന്തതികളും. പാണ്ഡവരിലേക്ക് വന്നാൽ ധർമ്മപുത്രൻ ധർമാംശവും, ഭീമൻ വായവാംശവും, അർജുനൻ ദേവാംശവും, നകുല സഹദേവന്മാർ അശ്വനി ദേവാംശവും ആകുന്നു. കൂടാതെ അഭിമന്യു ചന്ദ്രപുത്രൻ വർച്ചസിൻ്റെ അവതാരവുമാകുന്നു. കൂടാതെ അഗ്നി ദൃഷ്ടദ്യുമ്നനായപ്പോൾ പാഞ്ചാലിപുത്രന്മാരായ 5 പേരും വിശ്വദേവാംശങ്ങളാകുന്നു. സാക്ഷാൽ കർണനാവട്ടെ സൂര്യാംശവും.
അങ്ങനെ തുടങ്ങുന്നു മഹാഭാരതത്തിലെ വ്യക്തികളുടെ അവതാര പിറവികൾ.